ബെയിലിൻദാസ് മുൻപും മർദ്ദിച്ചുവെന്ന് യുവതി പരാതിപ്പെട്ടിട്ടുണ്ട്. 5 മാസം ഗർഭിണിയായിരിക്കെ മർദ്ദിച്ചുവെന്നാണ് പരാതി. അതേസമയം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ബെയിലിൻദാസിനെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ആരാണ് ഈ അഡ്വക്കേറ്റ് ബെയിലിൻദാസിനെ സംരക്ഷിക്കുന്നതെന്ന് അറിയണം. കാരണം ഇതിനു മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ അത് തടയുന്നു. മുതിർന്ന അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് നിലപാട് സ്വീകരിക്കുന്നു. അതിനുശേഷം ഇയാൾക്ക് ഒളിവിൽ പോകാൻ പോലും സാഹചര്യം ഒരുക്കി കൊടുത്തത് ഈ ബാർ അസോസിയേഷനിലെ അഭിഭാഷകരാണോ? ഇയാൾ എവിടേക്ക് പോയി എന്ന് എന്തെങ്കിലും സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ വിനോദ്? ടോം, പ്രതി ഇപ്പോൾ ഒളിവിലാണ്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തി? അതായത് ഒളിവിൽ പോയി പോലീസിന് മുന്നിൽ വരാതെ ഒളിച്ചു നിൽക്കാൻ എങ്ങനെ കഴിയുന്നു എന്നൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. അവിടെയാണ് ബാർ അസോസിയേഷൻ്റെ നിലപാടുകൾ വിമർശന വിധേയമാകുന്നത്. ഈ പെൺകുട്ടി തന്നെ പറയുന്നത് വക്കീൽ ഓഫീസിന് മുന്നിലേക്ക് പോലീസ് എത്തി, പക്ഷേ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല, അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു എന്നാണ്. അതായത് വക്കീൽ ഓഫീസിൽ കയറി ഒരു അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യുക അത് ശരിയായ കാര്യമല്ല എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. പോലീസിൽ പരാതി കൊടുത്ത് പിന്നീട് അതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയി ആ തരത്തിൽ നീങ്ങാം എന്ന ഒരു കാര്യമാണ് പറഞ്ഞതായി ഇപ്പോൾ ഷാമിലി പറയുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ ഒളിവിൽ പോകുന്നതിനിടയാക്കിയത് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ പ്രതിനിധികളാണ്, അവരുടെ സംഘടനാ നേതൃത്വമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നിയമത്തെക്കുറിച്ച് വളരെ നന്നായി അറിയാവുന്ന ഒരു വിഭാഗമാണ് അഭിഭാഷകർ. അവർക്കിടയിൽ, അതായത് നീതി തേടി ആളുകൾ കോടതിയിലെത്തുമ്പോൾ അത് വാദിയും പ്രതിയുമുണ്ട്. രണ്ട് പക്ഷത്തും ശരിയുണ്ടെങ്കിൽ അവർക്കൊപ്പം നിന്ന് അവരുടെ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി പോരാടേണ്ട ഒരു വിഭാഗമാണ്. കൂട്ടത്തിലൊരാൾക്ക് മർദ്ദനമേൽക്കുന്നു, അത് മൃഗീയമായ ഒരു മർദ്ദനം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിത്രങ്ങൾ വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലായതാണ്. ഇന്നും ആ പെൺകുട്ടി പറയുന്നത് തനിക്ക് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്, താടിയലിനൊക്കെ പരിക്കേറ്റിട്ടുണ്ട്, മുഖത്ത് മാറി മാറി അടിക്കുകയായിരുന്നു, അടികൊണ്ട് തറയിൽ വീണ ശേഷവും പിന്നീട് എണീപ്പിച്ചിട്ട് വീണ്ടും അടിക്കുകയായിരുന്നു. ആ തരത്തിൽ അടിക്കുകയും വീട്ടുകാരെ വിളിച്ചു വരുത്തുകയും പോലീസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. അപ്പോൾ ഈ നേതൃത്വം അവിടെ അറസ്റ്റ് പാടില്ല, അത് തെറ്റായ സന്ദേശമാകും, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അത് അഭിഭാഷക മേഖലയ്ക്ക് മൊത്തത്തിൽ ക്ഷീണമുണ്ടാക്കുമെന്നൊരു തോന്നൽ, പ്രതീതി വരും. ആ ഒരു കാര്യം ഒരുപക്ഷെ പറഞ്ഞുകൊണ്ടാകാം അതിനെ തടഞ്ഞത്. പക്ഷേ അതൊരു തെറ്റായ സന്ദേശം മറ്റൊരർത്ഥത്തിലാണ് നൽകുന്നത്. കാരണം ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്ത ആൾ ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല അയാൾക്ക് മുൻകൂർ ജാമ്യവുമായി മുന്നോട്ട് പോകാനുള്ള അവസരമാണ് തുറന്നു കിട്ടുന്നത്. ഒരുപക്ഷെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തെങ്കിൽ, ഇത് ആദ്യത്തെ സംഭവമല്ല, പെട്ടെന്നൊരു പ്രകോപനത്തിൽ ഈ കുട്ടിയെ അടിക്കുന്നതല്ല. 5 മാസം ഗർഭിണിയായിരുന്നപ്പോൾ ആദ്യം തന്നെ തല്ലിയെന്ന് ഇന്നും പെൺകുട്ടി ആവർത്തിച്ച് പറയുന്നുണ്ട്, വനിതാ അഭിഭാഷക ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പല തവണ ഈ കുട്ടിയെ അടിക്കുന്ന ഒരു ജൂനിയർ അഭിഭാഷകയെ ഒരു സീനിയർ ഇങ്ങനെ അടിക്കുക, അത് ഈ നമ്മുടെ ഈ സമൂഹത്തിൽ പുരോഗമനപരമായി പറയുന്ന ഈ പുരോഗമനം വളരെയധികം കൊട്ടിഘോഷിക്കുന്ന ഒരു സമൂഹത്തിൽ എത്രമാത്രം അപമാനം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. മാത്രമല്ല നേരത്തെയും മറ്റ് ജൂനിയർ അഭിഭാഷകരോട് ഇയാൾ ഇതേ രീതിയിൽ പെരുമാറി എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഷാമിലി പറയുന്നത്. മാത്രമല്ല മറ്റ് ചില പോസ്റ്റുകൾ ഇയാൾ ഫേസ്ബുക്കിലോ മറ്റോ ഇട്ട പോസ്റ്റുകളാണ്. അതിലും ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങളാണ്. KSRTC വിവാദവുമായി ബന്ധപ്പെട്ട് മേയർ യദു പ്രശ്നം, യദുവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അയാൾ ചെയ്തിരിക്കുന്നു. മേയർ സ്ഥാനം തെറിക്കും എന്ന ഒരു പരാമർശം അതിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഹണി റോസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ബോബി ചെമ്മണ്ണൂർ അത് ഹണി റോസിനെ കുറ്റക്കാരിയാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അവരെ മോശക്കാരിയാക്കിക്കൊണ്ടുള്ള തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഇയാൾ നടത്തുന്നു. അതായത് പൊതുവിൽ സ്ത്രീകളെ ബഹുമാനിക്കാത്ത, അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണതയുള്ള ആൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇയാളുടെ ചെയ്തികൾ. ഈ വനിതാ അഭിഭാഷക പറയുന്നതും ആ തരത്തിൽ തന്നെയാണ്. നേരത്തെയും വനിതകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന കാര്യമാണ്. ഈ ഓഫീസിൽ 2 ജൂനിയർ അഭിഭാഷകരാണ് ഉണ്ടായിരുന്നത്. ആദ്യം 2012 മുതൽ ജോലി ചെയ്തിരുന്ന ഒരു ജൂനിയർ അഭിഭാഷക, അവർ ഇടയ്ക്ക് ആ ഓഫീസിൽ നിന്ന് വിട്ടുപോകുന്നു. 2023 കൂടിയാണ് ഷാമിലി അവിടേക്ക് വരുന്നത്. അതിനുശേഷം ആദ്യം വിട്ടുപോയ അഭിഭാഷക വീണ്ടും ഈ ഓഫീസിലേക്ക് വരികയാണ്. ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സീനിയർ വക്കീൽ ഇല്ലാതിരുന്ന സമയത്ത് ഈ പരാതി പറഞ്ഞ അഭിഭാഷക, അതായത് ഷാമിലിക്കെതിരെ പരാതി പറഞ്ഞ അഭിഭാഷക അത് ഈ മർദ്ദിച്ച അഭിഭാഷകനോട് പറയുന്നത് തനിക്ക് നേരെ ഷാമിലി ഫയൽ വലിച്ചെറിഞ്ഞു എന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഷാമിലി ആവർത്തിച്ച് പറയുന്നുണ്ട്. താൻ ചെയ്യാത്തൊരു തെറ്റാണ്. പക്ഷേ ബെയിലിൻദാസ് ഈ സംഭവം കേട്ടതോടുകൂടി തന്നെ തന്നോട് ആക്രോശിക്കുകയായിരുന്നു. ഇതിന് ഒരാഴ്ച മുൻപും ചില പ്രശ്നങ്ങളുണ്ടായി. ഓഫീസിൽ നിന്ന്
തന്നെ പുറത്താക്കി ഇനി ഓഫീസിലേക്ക് വരേണ്ടതില്ല എന്ന് പറയുന്നു. പിന്നീട് വീണ്ടും അദ്ദേഹം സോറി പറയുന്നു. അങ്ങനെ ഈ പെൺകുട്ടി വീണ്ടും വക്കീൽ ഓഫീസിൽ ജോലിക്കായി വരുന്നു. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഈ സംഭവം നടക്കുന്നത്. രണ്ടുപേർ തമ്മിലുള്ള ഒരു തർക്കത്തെ തുടർന്ന് ഒരാൾ ഇദ്ദേഹത്തോട് പരാതി പറയുകയും അപ്പോൾ ബെയിലിൻദാസ് ഈ പരാതി ഇയാളുടെ ഒരു മാനസികാവസ്ഥ പോലും പരിശോധിക്കണം. കാരണം ഒരു സൈക്കോയാണെന്ന് പോലും പരിശോധിക്കണം വിനോദ്. കാരണം ഇങ്ങനെ തുടർച്ചയായി, കാരണം നിയമം അറിയാവുന്ന സ്ത്രീകൾക്കെതിരെ ഒരു അതിക്രമം കാട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം കൃത്യമായും അറിയാവുന്ന ഒരു അഭിഭാഷകൻ, ഒരു ക്രിമിനൽ വക്കീലാണ് ഈ രീതിയിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമം കാണിക്കുന്നത്, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതി. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ മേയറുടെ കസേര തെറിക്കുമെന്ന രീതിയിൽ വീഡിയോ ഇടുന്നു. ഹണി റോസിനോട് അപമര്യാദയായി പെരുമാറിയ വിവാദത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ തുടർച്ചയായി ഇതുപോലെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു അഭിഭാഷകനെ ഇവിടെ ആരാണ് സംരക്ഷിക്കുന്നത് അറിയണം. മാത്രമല്ല ഈ അഭിഭാഷകയ്ക്ക് നേരെ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായി, അതിൻ്റെ തെളിവുകളടക്കം ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന് പിന്നാലെ ഈ ബാർ അസോസിയേഷന്റെ നിലപാട് എന്താണ്? പൊതുവെ അഭിഭാഷകർ ഇപ്പോഴും ഈ ക്രിമിനൽ വക്കീലിനെ സംരക്ഷിക്കുന്നുണ്ടോ? ടോം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അറസ്റ്റ് ആദ്യം തടയുകയും പിന്നീട് അഭിഭാഷക ആശുപത്രിയിൽ എത്തുകയും ചെയ്യുന്നു. ഇന്നലെ ജനറൽ ആശുപത്രിയിലേക്കാണ് ആദ്യം ചികിത്സയ്ക്ക് എത്തുന്നത്. ഇന്ന് മെഡിക്കൽ കോളേജിലായിരുന്നു. മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായുള്ള ദന്തൽ കോളേജിലാണ് ഇന്ന് രാവിലെ വന്നത്. പക്ഷേ ഇന്നലെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഈ സംഘടനാ നേതൃത്വം അവിടേക്ക് വരുന്നു. പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. ഇവർ അപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഒരു അന്വേഷണം നടത്തി ബെയിലിൻദാസിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഏറ്റവും മാതൃകാപരമായ ഒരു നടപടി എന്ന് തന്നെ പറയാവുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുമ്പോഴും ഈ കേസിൻ്റെ, ഈ സംഭവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇവരെടുത്ത, പ്രത്യേകിച്ച് സെക്രട്ടറി എടുത്ത ഒരു നിലപാട്, അതാണ് വിമർശന വിധേയമാകുന്നത്. ഈ ഓഫീസിൽ നിന്ന് അഭിഭാഷകനെ പിടിക്കുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത്? കോടതിക്കുള്ളിൽ നിന്നാണെങ്കിൽ അത് പറയാം. കാരണം കോടതി മുറിയിൽ നിന്ന് ഒരു അഭിഭാഷകനെ പോലീസ് അതിനകത്ത് കയറി പിടിക്കുന്നത് കോടതി നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജഡ്ജി അവിടെ ഉള്ള സമയത്തോ ഒക്കെ ആണെങ്കിൽ അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്, ജഡ്ജിയുടെ അനുമതി, അങ്ങനെയൊക്കെ ഉള്ള കാര്യമുണ്ട്. ഇത് തീർത്തും സ്വകാര്യമായ ഒരു ഓഫീസാണ്, ഒരു അഭിഭാഷകൻ്റെ ഓഫീസാണ്. അവിടെ ഒരു കുറ്റകൃത്യം നടക്കുന്നു, ആ ഓഫീസിനുള്ളിൽ വെച്ചാണ് അടിക്കുന്നത്. മറ്റേതെങ്കിലും സ്ഥലത്ത് നടന്ന ഒരു പ്രശ്നമല്ല, ആ ഓഫീസിനുള്ളിൽ നടക്കുന്നൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ആ ഓഫീസിലെത്തി പോലീസ് ആ അഭിഭാഷകനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത്? എന്ത് നിയമപ്രശ്നമാണുള്ളത്? അങ്ങനെ നിയമപ്രശ്നമില്ല. പക്ഷേ അവിടെ ഒരു അഭിമാനത്തിന് ക്ഷതമേൽക്കുമോ എന്ന ഒരു ചിന്ത. അപ്പോൾ ആ സംഘടനാ നേതൃത്വം അവിടെ എടുക്കുന്ന നിലപാട് അതൊക്കെ വളരെ നിർണായകമാകും. കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ അത് പൊതുസമൂഹം നോക്കുന്നതാണ്. അവിടെ ഒരു പിശകോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യമോ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വിമർശന വിധേയമാകും. ആ തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആ ഒരു നടപടിക്കെതിരെ ഉയരുന്നത്. അല്ലെങ്കിൽ അവിടെ ആ അറസ്റ്റിന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അഭിഭാഷകൻ ഒളിവിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോഴും അഭിഭാഷകൻ ഒളിവിലും അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. തീർച്ചയായും അഭിഭാഷകരുടെ ഭീഷണിയെ തുടർന്ന് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം എന്തായാലും ഈ പ്രതി നിലവിൽ ഒളിവിലാണ്. ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ അടുത്ത നീക്കം എന്താണ്? ഇപ്പോൾ തെളിവെടുപ്പ്, ഈ വക്കീൽ ഓഫീസിൽ തെളിവെടുപ്പ് നടക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത് വിനോദ്. തീർച്ചയായും ഈ സീനിയർ അഭിഭാഷകനെ തിരഞ്ഞുള്ള പോലീസിൻ്റെ നടപടികൾ നടക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ്. പക്ഷേ എങ്കിൽ തന്നെയും അത് കടുത്ത വകുപ്പുകളല്ല. അത് ഈ മോപ്പ് കൊണ്ടല്ല തന്നെ തല്ലിയത്, കൈ കൊണ്ടാണ് തല്ലിയതെന്ന് പറയുന്നു. കഴുത്തിന് മുകളിലേക്കുള്ള മർദ്ദനമാണ്. സ്വാഭാവികമായും അതിൻ്റേതായ ഗൗരവമുള്ള വകുപ്പാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇന്ന് ഈ പെൺകുട്ടി പറയുന്നത് ഈ കേസന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്യും, അതിനകത്ത് FIRൽ കൂട്ടിച്ചേർക്കുമെന്നൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. മാത്രമല്ല ബാർ കൗൺസിലിന് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും അഭിഭാഷകർ ഈ വനിതാ അഭിഭാഷകയെ വിളിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സുപ്രീം കോടതി വരെ താൻ നിയമയുദ്ധം വേണ്ടിവന്നാൽ നടത്തുമെന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ട്. കാരണം ഒന്നിൽ കൂടുതൽ തവണ മർദ്ദനമേറ്റു. മറ്റൊരു കാര്യം ടോം ഇവിടെ കാണേണ്ടത്, ഈ പെൺകുട്ടി എങ്ങനെയാണ് ഈ അഭിഭാഷക വൃത്തിയിലേക്ക് എത്തിയതെന്നതുകൂടിയാണ്. വീട്ടുകാർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ആ പെൺകുട്ടി ഇന്ന് കണ്ണീരോടെ പറഞ്ഞതാണ്, താൻ പഠനം നടക്കുന്ന സമയത്ത്, താൻ ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന സമയത്ത് ഈ LLBക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോൾ അത് വീട്ടുകാർക്ക് ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. എൻട്രൻസ് പോലും എഴുതാൻ കഴിഞ്ഞില്ല. പിന്നീട് തൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ മാനേജ്മെൻറ്റ് കോട്ടയിലാണ് താൻ ആ പഠനം പൂർത്തിയാക്കിയത്. എല്ലാ സെമസ്റ്ററിലും
പരീക്ഷകളിലും ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ് നേടി വിജയിച്ച് വരുന്ന, എല്ലാ പരീക്ഷകളിലും ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടി വരുന്ന ഒരു രീതിയായിരുന്നു. അതിനുശേഷമാണ് ഏറെ ആഗ്രഹിച്ച് ഈ തൊഴിലിലേക്ക് വന്നത്. മാത്രമല്ല, വിവാഹം കഴിഞ്ഞ് താൻ ഈ ജോലി ചെയ്യുന്നു. അതിനുശേഷം പ്രസവത്തിന് പോകുന്ന ദിവസം, അതായത് ഡെലിവറിക്ക് താൻ ഈ തിയേറ്ററിലേക്ക് കയറുന്ന ദിവസമുണ്ട്, ലേബർ റൂമിലേക്ക് പോകുന്ന ദിവസമുണ്ട്. അതിൻ്റെ തലേ ദിവസം പോലും താൻ വഞ്ചിയൂർ കോടതിയിലെത്തി ഈ പോക്സോ കോടതിയിലെ നടപടിക്രമങ്ങൾ, അവിടെ അന്ന് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൻ്റെ ജോലി ചെയ്തു തീർത്തു. ആ ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ലേബർ റൂമിലേക്ക് പോവുകയാണ്. ആ കാര്യം അതുതന്നെയാണ് വിനോദ് സൂചിപ്പിച്ചതുപോലെ ഏറെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട അഭിഭാഷകയായ ഈ യുവതി ഈ പ്രസവത്തിന് പോകുന്നതിന് തൊട്ട് മുൻപ് പോലും പോക്സോ കേസിൽ കോടതിയിൽ ഹാജരാകുന്നു. അങ്ങനെ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി തൊഴിൽ ചെയ്ത ഒരു അഭിഭാഷകയ്ക്കാണ്, ഒരു യുവ വനിതാ അഭിഭാഷകയ്ക്ക് നേരെയാണ് സീനിയർ അഭിഭാഷകന്റെ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഇയാൾക്ക് കാരണം തിരുവനന്തപുരത്ത് തന്നെ ഒരു പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനാണ് ഈ ബെയ്ലിൻ ദാസ്. ഇയാളെ സംരക്ഷിക്കാൻ അഭിഭാഷകർ ചിലർ കൂട്ടുനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ കുറ്റക്കാരനായിട്ടുള്ള അഭിഭാഷകനെതിരെ കർശനമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്.